ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് എന്നുള്ളത് ഒരാളൊരിക്കൽ പ്രവാചക സന്നിധിയിൽ വന്നിട്ട് മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്. അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണെന്നുള്ളത്. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരു സ്വഭാവ ഗുണമുണ്ട്, ആ സ്വഭാവ ഗുണമുള്ളവരാണ്. എന്താണ് ആ സ്വഭാവ ഗുണം? ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആൾക്കാരാവണം എന്നുള്ളതാണ്. ഒരാളെ കൊണ്ട് ജനങ്ങൾക്ക് നല്ല ഉപകാരമാണ്, പ്രയോജനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹുവിന് പെരുത്തി ഇഷ്ടമാണെന്ന് അർത്ഥം. ഒരാൾ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്, അദ്ദേഹത്തിനെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല, ഉപകാരമാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യം ഓക്കെ ആയി. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫേ സക്സസ് ആയി. നമ്മുടെ പരലോകത്തായാലും ഇഹലോകത്തായാലും ഖബർ ജീവിതത്തിലായാലും എല്ലാം അദ്ദേഹം ഓക്കെ ആയി. ഇനി അദ്ദേഹം തന്നെ മുത്തുനബിയുടെ അടുക്കൽ വന്ന ആ ആളെ മുത്തുനബിയോട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. അള്ളാഹു തആലക്ക് ജനങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്, അതിലേറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് അള്ളാഹുക്ക് എന്ന് നബിനോട് ചോദിക്കുകയാണ്. അപ്പം നബി പറഞ്ഞു, ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഒരാൾ ചെയ്യുന്നതിൽ വെച്ച്, അവൻ്റെ അടിമ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ അള്ളാഹു തആല ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ ഇബാദത്തുകൾ മാത്രം ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുക. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം വേണം, ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മുത്തുനബി പറയാണ്, ആദ്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അതാണ്. രണ്ടാമത് എന്താ അറിയോ? ഒരാളുടെ കടബാധ്യത വീട്ടി കൊടുക്കുകയാണ്. ഒരാൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ കടബാധ്യതയൊക്കെ വീട്ടി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കർമ്മമാണ് അള്ളാഹുവിന് രണ്ടാമതായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേതായിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വിശപ്പ് മാറ്റി കൊടുക്കലാണ്. വിശപ്പ് മാറ്റി കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥകളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു അവസ്ഥയാണ് വിശപ്പ് എന്ന് പറയുന്നത്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാർ ആദ്യം തന്നെ ഏറ്റവും അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ചെയ്യേണ്ട കാര്യം ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുക. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഞാനിന്ന് പറഞ്ഞത്, എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം. അപ്പോൾ ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നല്ലൊരു സ്വഭാവമുള്ള ആളായി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 20 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. വെറും 500 രൂപ മാത്രമേ ഫീ ഉള്ളൂ. 20 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തിട്ട് ഇത്രയും കാലം ചെയ്തതൊക്കെ വിട്ടിട്ട് പുതിയൊരു നമ്മളായി മാറാം, പുതിയൊരു ഞാനായി മാറാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് 8-ാം തീയതിയാണ്. ഇന്നിപ്പോൾ ആഗസ്റ്റ് 4 അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. 500 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും നാളെയായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിലേറെ കൂടും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ തരണം, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ എന്തായാലും ഫോൺ എടുക്കണം. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ചേരും, പക്ഷേ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടാവില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അങ്ങനെ അത് എന്താണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്കേറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചേരാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചേരുക. ഇന്നും നാളെയും ഫീ 500 രൂപയുള്ളൂ, പിന്നെ കൂടും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.